സ്വത്രം ആ അവ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം വന്നപ്പോൾ എന്താ സംഭവിച്ചു? ലോകത്തിന്റെ മാലിന്യം വിട്ടോടി. അല്ലാതെ വേണ്ട, അത് വേറെ സബ്ജക്റ്റിലേക്ക് പോവുക. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം നമ്മുടെ ഉള്ളിൽ വന്നാൽ എന്തൊക്കെ സംഭവിക്കും? ലാഭമായതൊക്കെ ഛേദം വന്നിട്ടും ലോകത്തിന്റെ അശുദ്ധികളെല്ലാം വിട്ടോടാനിടയായിത്തീരും. നമുക്ക് സംഭവിക്കുന്നുണ്ടോ? ദൈവമക്കളായി നമുക്ക് സംഭവിക്കുന്നുണ്ടോ? ദൈവദാസന്മാരായി നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ടോ? എനിക്ക് സംഭവിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ യു ആർ ഔട്ട് ഓഫ് ഓർഡർ. ഓർഡർ തെറ്റിക്കിടക്കുക. ഈ മേശ ഭക്ഷിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാം? എനിക്ക് പേടിയുള്ളൊരു കാര്യം, തന്നെത്താൻ ചോദന ചെയ്ത് വിവേചിച്ചിട്ട് വേണം മേശ ഭക്ഷിക്കാൻ. എന്താ വിവേചിക്കേണ്ടത്? എനിക്കൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തന്നെ പോകണം. അത് ഓക്കെ, നല്ല കാര്യം. അത് എന്നാൽ വചനപ്രകാരം ഞാൻ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഒരു അവയവം. തലയായ ക്രിസ്തുവിനോട് ഞാൻ ചേർന്നിരിക്കുകയാണെന്ന് ചിന്തിച്ചു. തലയായ ക്രിസ്തുവോട് ഞാൻ ചേർന്നിരിക്കുകയാണോ? ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഒരു അവയവമാണോ? ആ അവയവത്തിന്റെ പ്രവൃത്തി ചെയ്തുകൊണ്ട് ഞാൻ മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തിയാണോ എന്ന് ചിന്തിച്ചിട്ട് വേണമെങ്കിൽ എടുക്കാൻ. ഇത് കർത്താവിന്റെ മേശ നടത്താത്തതുകൊണ്ട് എന്നോട് വഴക്കിട്ടൊരു ഉപദേശമുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ വഴക്കിട്ടൊന്നും അറിയില്ല. തലയും കുത്തി നിങ്ങൾക്കൊന്നും ഇത് വിളമ്പിച്ചാൽ എന്നെ കൊണ്ട് പറ്റത്തില്ല. പോത്ത് പോലെ ഇരുന്ന് ഉറങ്ങുന്ന ഒരു 2-3 മക്കളുണ്ട്. ആ ഉറങ്ങി ഇങ്ങനെ മറ്റവന്റെ മടിയിലോട്ട് വീഴുക ചെയ്ത് അവർ ഞാൻ മേശ ഉറക്കി കൊടുക്കുന്നു. എന്തോ മാസം പറഞ്ഞു ഉള്ള അടിയെല്ലാം ഞാൻ മേടിച്ചോട്ടെ, എന്തില്ലെങ്കിൽ തിന്നില്ലെന്നേ ഉള്ളൂ. കർത്താവിന്റെ മേശ എടുക്കുമ്പോൾ വളരെ 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 നമ്മളെ തന്നെ ശോധന ചെയ്ത്, നമ്മളെ തന്നെ വചനത്തിന്റെ വ്യവസ്ഥപ്രകാരമാണോ എന്ന് ആത്മപരിശോധന നടത്തിയിട്ട് വേണം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങാൻ. അല്ലെങ്കിൽ അപകടമായിട്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പോ ക്രിസ്തു നിമിത്തം സകലതും ഛേദമെന്നെണ്ണിപ്പോയി. ലാഭമായതൊക്കെയും ഛേദമെന്നെണ്ണി. പദവികളും വിദ്യാഭ്യാസവും യോഗ്യതകളും സ്ഥാനമാനങ്ങളും. പാട്ട് പാടുമല്ലേ? സ്ഥാനങ്ങൾ മാനങ്ങൾ നശ്വരമാം, മേലുള്ള നിത്യഗ്രഹം യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വെച്ചിടും രക്ഷകനാശ്വാസം. മതി. സ്ഥാനങ്ങൾ മാനങ്ങൾ. ഇവിടെ ഒരു മനുഷ്യനും സ്ഥാനങ്ങൾ മാനങ്ങളല്ല. ക്രിസ്തുവിനെ കണ്ടപ്പോ ഛേദമെന്നെണ്ണി ഇവിടെ കസേരയ്ക്ക് ഇരിക്കാൻ വേണ്ടി 10,000 രൂപ സെക്രട്ടറി സ്ഥാനത്തേക്ക്, പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കോഴ കൊടുക്കുക. നിങ്ങളൊക്കെ ഇത് കേൾക്കുന്നുണ്ടോ പാസ്റ്ററെ? അറിയുന്നില്ലേ? ഈ സംഭവങ്ങളൊക്കെ അറിയുന്നുണ്ടല്ലേ? ഇവിടെ പെന്തക്കോസ്ത് കുളത്തിന്റെ ചുമരെടുത്തൊക്കെ വായിക്കുന്നവരാണല്ലോ അല്ലേ? എന്നിട്ട് പാട്ടെന്താ? ഈ പുള്ളികൾ തന്നെ നിന്നോണ്ട് പാടുക, സ്ഥാനങ്ങൾ പാടിക്കൊണ്ടിരിക്കുക. എന്നിട്ട് ചെയ്യാം, എനിക്ക് വോട്ട് ചെയ്തേക്കണം കേട്ടോ, വോട്ടൊക്കെ ചെയ്യാം, കൊച്ചിന് ഫീസ് കൊടുത്തില്ല, ആ 10,000 ഞാൻ തന്നെ. ഈ ലോകക്കാർ ചെയ്യണത്. എന്നിട്ട് കിടന്ന് പാടുക. ഇവിടെ ഒരുത്തൻ എന്താ പറയുന്നത്? ആ പദവികളെല്ലാം ഛേദമില്ല. 8-ാം വാക്യം ശ്രദ്ധിച്ചോണേ. ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനം ഉള്ളിൽ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം ചെയ്തു. എന്നെ കേൾക്കുന്ന പ്രബുദ്ധനായ ദൈവമക്കളോട് ഞാൻ കൈകൂപ്പി വിളിച്ചു പറയുക, കർത്താവിനേക്കാൾ നമുക്കൊന്നും വിലപ്പെട്ടില്ല. കർത്താവിന്റെ വചനത്തെക്കാൾ ഉപരി നമുക്കൊന്നും നല്ലതെന്ന് പറയാനില്ല. എല്ലാം വേസ്റ്റ് ആണ്, എല്ലാം ഗാർബേജ് ആണ്. നമുക്ക് കിട്ടുന്ന അറിവുകൾ, നമുക്ക് കിട്ടുന്ന കഴിവുകൾ, നമുക്ക് കിട്ടുന്ന A to Z വരെ ലോകപ്രകാരം മനുഷ്യൻ വെറിയേറിയത് എണ്ണുന്നത് മുഴുവൻ ദൈവസന്നിധിയില്. ഇങ്ങനൊരു വചനമുണ്ടല്ലോ, ലോകം ഉന്നതമാണെന്ന് പറയുന്നത് മുഴുവൻ എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ അറപ്പാകുന്നു. സിനിമാടി പറയും, ദൈവത്തിന്റെ കൃപയാൽ ഇത്രത്തോളം എനിക്ക് വരാനിടയായി. കാരണം അവളത് പറയാൻ ബോധമില്ലാത്ത പറയുക. ഇത്രയും വലിയ സ്ഥാനം, ഒരു വലിയ നടിയായിട്ട്, ഒരു നടനായിട്ട് ഞാൻ മാറി, അതെല്ലാം ഗോഡ് ഗ്രേസ് ആണെന്ന് അവർ പറയുക. ബോധമില്ലാതെ പറയുക അവര്. അതുപോലെയാണ് നമ്മള്. തുണി കീറാൻ നിന്നവരും സഭയുടെ പ്രസിഡന്റ്, ആൾ പേരും പ്രസ്ഥാനം ഞാൻ പറയുന്നില്ല, രഹസ്യമായിട്ട് വിളിച്ചു ചോദിച്ചാൽ പറയാം.
കടയിൽ തുണികിറാൻ നിന്ന സഹോദരൻ അവിടെ ചർച്ചിൽ ചെന്ന് പ്രാർത്ഥിച്ച് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകമൊക്കെ പ്രാപിച്ച് ഉച്ച വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരുന്നു. പഠിച്ച് ഇപ്പൊ അവിടെ ഏറ്റവും നല്ല പറ്റി. അതിനുവേണ്ടി കിടന്ന് അക്കറാന്ന് കാണിക്കുക. ഇവിടെ പൗലോസ് പറയുക സ്ഥാനങ്ങൾ മാനങ്ങളൊന്നും എനിക്ക് വേണ്ട, ചേരമെന്നുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ഈ ചിന്തിക്കുന്ന, ഒരുമിച്ച് ചിന്തിക്കുന്ന ഈ വചനവും ഇന്നത്തെ പോക്കും തമ്മിൽ അങ്ങോട്ട് ചേരുന്നില്ലെന്നേ. വിഘടിച്ച് നിൽക്കുക രണ്ടും കൂടി. ഇത് സത്യമേത് അസത്യമേത്? ഇന്നത്തെ ആത്മീയകോളത്തിൽ കാണുന്നതാണോ അതോ പൗലോസിന് തെറ്റുപറ്റുമോ അതോ ഇവർക്ക് തെറ്റുപറ്റുമോ? നിങ്ങൾ തന്നെ വിചിന്തനം ചെയ്യും, നിങ്ങൾ തന്നെ വിലയിരുത്താൻ. പ്രാർത്ഥിച്ച് വചനത്തിന് മുമ്പിൽ ഇന്ന് എല്ലാവരും വീട്ടിൽ പോയിട്ട് ഈ ഫിലിപ്പിയ ലേഖനം 1-ന്റെ കുറച്ചേ നമ്മൾ പറയുന്നുള്ളൂ, അത് സമയം വരെ. അത് നിങ്ങളൊന്ന് ചിന്തിക്ക്. പൗലോസിന് തെറ്റുപറ്റുമോ അത് ഇന്നത്തെ ആത്മീയകോളത്തിന് തെറ്റുപറ്റുമോ? നമുക്ക് തെറ്റുപറ്റി നമ്മൾ തിരുത്തണമെന്നേ. യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? കാണാതെ പറഞ്ഞാൽ മതി, പുസ്തകം തുറക്കുന്നു. നാം പലതിലും സാമ്പാസ് ഞാൻ പലതിലും തെറ്റിപ്പോകും. എനിക്കെന്നെ പറഞ്ഞാൽ എന്താ കുഴപ്പം? പക്ഷെ തെറ്റിൽ കിടന്ന് ഉള്ളതല്ലേ അവിടെ കിടന്ന് കർത്താവെ തെറ്റിപ്പോയി, കർത്താവെ ഞാൻ ബലഹീനനായിപ്പോയി, എന്നോട് കരുണ. അതല്ലേ ആ പരീക്ഷനും ഒരു ചുങ്കക്കാരനും കൂടി പ്രാർത്ഥിക്കാൻ ചെന്നപ്പോ എന്താ പറഞ്ഞത്? എടാ ഈ ഇരിക്കുന്നവരെ പോലെ ഒന്നുമല്ല, ഞാൻ അങ്ങനെ മാടേ കൂടെ എന്നൊക്കെ പാവം വന്ന പോലെ പോയി. മറ്റവനെന്ന് പറഞ്ഞു സ്വർഗത്തിലേക്ക് നോക്കാൻ പോലും യോഗ്യനല്ല, കർത്താവിയുടെ അവൻ നീതീകരിക്കപ്പെട്ടവനായി പോയി. നമ്മുടെ കുറവുകളെ കണ്ടുപിടിക്കണം ഇന്ന് പൽക്കാലം. തലയോലപ്പറമ്പിലെ ദൈവസഭ വ്യക്തികൾ എല്ലാവരും കുറവുകളെ കണ്ടുപിടിക്കണം, ശുദ്ധീകരണം പ്രാപിക്കണം, കർത്താവിന്റെ വരവായി ഒരുങ്ങണം, ഒരുക്കം പൂർത്തീകരിക്കണം. വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ, അഴുക്കുള്ളവൻ തന്നെ അഴുക്കാകട്ടെ. ഇതാ ഓരോരുത്തരും അവന്റെ പ്രവർത്തിക്കുന്നതൊക്കെ പ്രതിഫലം കൊടുക്കാൻ ഞാൻ കടം വരുന്നു. പ്രതിഫലമായിട്ട് ദൈവം കർത്താവ് വരികയാണ്. നമ്മുടെ അവസ്ഥ എന്ത് ദൈവമക്കളെ? എനിക്കത് മാത്രം, ഞാൻ ഈ വചനത്തിൽ പറയുന്ന കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ആരെങ്കിലും എനിക്കെതിരെ വിരൽ ചൂണ്ടിയാൽ ആ വിരൽ മുറിച്ചു കളയുന്ന സ്വഭാവമൊന്നും എനിക്കില്ല. ഞാൻ ഉടനെ ചിന്തിക്കും, ദൈവമേ ആ സഹോദരൻ പറഞ്ഞ എന്റെ ജീവിതത്തിലുണ്ടോ? പള്ളിക്ക് ആ സഹോദരോട് ചെയ്തിട്ട് ഒരു സഹോദര എന്റെ ദൈവം എനിക്കത് പറഞ്ഞു തന്നു. അതാ ചെയ്യേണ്ടത്. ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ ഒരുത്തൻ CPM നമ്മുടെ ഇടയിൽ കാര്യങ്ങൾ ആശയം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നുള്ളൂ, കാര്യം മനസ്സിലാക്കാൻ. CPM പാർട്ടിയുടെ ജീർണിച്ച അവസ്ഥയെ പുള്ളി വിരൽ ചൂണ്ടി, അവന്റെ വിരലും മുറിച്ച് അവന്റെ തലയും വെട്ടി. 58 വെട്ടി 59ാമത്തെ വെട്ടി ഓടിക്കൊണ്ടി. എങ്ങനെയുണ്ട്? ഞാൻ അവരെ കുറിച്ച്, എനിക്കിങ്ങനെയുള്ള ആൾക്കാരെ കൂടി പഠിക്കാം. നല്ലൊരു മനുഷ്യനായിരുന്നു ചന്ദ്രശേഖരൻ. എൻ്റെ ഭാര്യ നല്ല എഡ്യൂക്കേഷനുള്ള സ്ത്രീ, അവരിപ്പോ കോൺഗ്രസ്. നമ്മുടെ വിഷയം അതല്ല, ഇത് ഞാൻ പറയുക. സ്വന്തം പാർട്ടിയുടെ ജീർണതകളെ, അശുദ്ധികളെ, തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവനെ കൊല്ലുകയല്ല ചെയ്യേണ്ടത്. അയ്യോ നമ്മുടെ പാർട്ടിയിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ തിരുത്താൻ ആർജവമുള്ള നേതാക്കന്മാർ പൊളിറ്റിക്സിലാണെങ്കിലും ആത്മീകത്തിലാണ് ഉണ്ടെങ്കിലേ ആ പ്രസ്ഥാനം രക്ഷപ്പെടത്തുള്ളൂ. അല്ലെങ്കിൽ അതിനെ കൊന്നു കുടിച്ചുമുടേണ്ട കാലം അതിക്രമിച്ചു. നമ്മുടെ സഭകൾ ഇത്ര ജീർണിച്ചുള്ള കാര്യം എന്താ? ഞങ്ങൾക്ക് പ്രസ്ഥാനങ്ങളുണ്ട്, ഞങ്ങൾക്ക് കോടികളുണ്ട്, എന്തിനു കൊള്ളാം? ഈ പൗലൂസിന്റെ ദർശനം ഏറ്റെടുക്കാൻ പാസ്റ്റർമാരുണ്ടോ? സ്ഥാനമാനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് ചപ്പന്നും ചവറെന്നും. ഞങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ ഉപദേഷ്ടാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറയാൻ തുടങ്ങി, ഉപദേഷ്ടാവിന്റെ സ്ഥാനത്ത് സാമ്പാസ ഒരിക്കലും ഇല്ലെന്ന്. എന്നെക്കാൾ സീനിയറായിട്ടുള്ള പാസ്റ്റർമാരോട് നിങ്ങൾ ആ സ്ഥാനം ഏറ്റെടുക്കും. എനിക്കിങ്ങനെ വചനം പ്രസംഗിച്ച് കിടക്കുന്ന ഒരു ലോക്കൽ ഉദ്ദേശമായിട്ട് ചാകുന്നത്. സ്ഥാനവും വേണ്ട, മാനവും വേണ്ട, ദൈവവചനം തുറന്ന് പറഞ്ഞ് നടന്നിച്ചാൽ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പൗലൂസിന്റെ ആ വചന വെളിപ്പാടുകൾ ഒപ്പിയെടുക്കുവാൻ ഞാൻ നിങ്ങളോട് കൈകൂപ്പി പറയാം. ഇനി നമ്മൾ കാതലായ ചില വിഷയങ്ങളിലേക്ക് വന്ന് പെട്ടെന്ന് നിർത്താൻ പോവുക. അതുകൊണ്ട് വായിക്കാം. ഇനി അടുത്ത ഭാഗത്തിലേക്ക് വരാം. 8 കഴിഞ്ഞിട്ട് 9ാമത്തെ വാക്യത്തിലേക്ക് വരുന്നു. പിന്നെ പൗലൂസിന്റെ ആഗ്രഹം ക്രിസ്തുവിനെ നേടണം. നേടിയോ? താൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, കർത്താവിന്റെ മഹത്വമുള്ള വേല താൻ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുക. ക്രിസ്തുവിനെ നേടിയോ? എന്താ അങ്ങനെ പറയാൻ കാര്യം? ഓട്ടക്കളത്തിൽ ഓടിക്കൊണ്ടിരിക്കുക. തിമോഥെയോസിന്റെ ലേഖനത്തിൽ നല്ലപോലെ ഇവിടുന്ന് ഓട്ടം തികച്ചു എന്ന് അവിടെ കഴുത്തു പോകുന്നതിന് മുമ്പ് എഴുതിയ ലേഖനമാണ് 2 തിമോഥെയോസിന്റെ ലേഖനം. ആ സമയത്താണ് തനിക്ക് പ്രാഗൽഭ്യം കിട്ടിയത്. അതുവരെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക. ഇവിടെ അതുണ്ട്, അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. എനിക്ക് ക്രിസ്തുവിനെ നേടണം.
രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശയം പ്രാപിച്ച് കർത്താവിന്റെ മഹത്വമുള്ള വേല ചെയ്യുന്ന ദേവീ ദാസീദാസന്മാരും വിശ്വാസികളും നമ്മളെല്ലാവരും ക്രിസ്തുവിനെ നേടണം. അതിന്റെ ഫൈനൽ പോയിന്റിൽ നമ്മൾ എത്തണം. കർത്താവിൽ കൂടിയുള്ള ആത്മരക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് നമ്മൾ വരണം. വന്നാൽ മാത്രമേ ക്രിസ്തുവിനെ നേടിയ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇടയ്ക്ക് വെച്ച് തോറ്റുപോയാൽ പോയി. ഈ റിലേ ഓടുന്ന സമയത്ത് 5ഉം 8ഉം ടീമായിട്ട് നിന്നാ ഓടുന്നത്. റിലേ ഓടുന്ന സമയത്ത് ഒരു ഇത് കൊടുക്കുമല്ലോ, ഒരു ചെറിയൊരു കമ്പ് പോലെ അല്ലേ? അതിനെന്താ പറയണ? ബാറ്റും കൊടുക്കും. അതുകൊണ്ട് കുട്ടികൾ ഓടുക. 8 ലൈനുണ്ടെന്ന് വെച്ചാൽ ഓടുക. ഓടി ഫസ്റ്റും സെക്കൻഡും തേർഡും കഴിഞ്ഞിട്ട് പിന്നെ അവസാനം കിടന്ന് കുറേ എണ്ണം ഓടുന്നു. അത് ശ്രദ്ധിക്കുക. ചില സമയത്ത് എതിരടി ഓടും. എടാ, ഫസ്റ്റും കൊണ്ട് ആള് പോയി, സെക്കൻഡും കൊണ്ട് ആള് പോയി, തേർഡും കൊണ്ട് ആള് സ്പോർട്സിലേക്കുള്ള ആളാണ്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള എന്തെങ്കിലും ഓടുന്നു. അങ്ങനെ ഓടണം നിർബന്ധം വല്ലതും ഉണ്ടോ? എനിക്കറിയില്ല. ഫസ്റ്റും കഴിഞ്ഞു, തേർഡും കഴിഞ്ഞു, സെക്കൻഡും കഴിഞ്ഞു, ഫോർത്തും കഴിഞ്ഞു. പിന്നെ ബാക്കി ഉള്ള ഒരു 5-6 കൂട്ടരുണ്ട്, അവരും കിടന്ന് ഓടുക. ഇതേ ഓടും. എടാ, സമ്മാനം കൊണ്ട് ആള് പോയി. പൊസിഷൻ ഉണ്ടോ? ഇവിടെ ദൈവത്തെ വിട്ട് ഓടിക്കഴിഞ്ഞാൽ ഒരു പൊസിഷനും ഇല്ല, നേരെ നരകമേ ഉള്ള. ഇവിടെ അതൊന്നുമില്ല. ഇവിടെ വ്യവസ്ഥ വിട്ടുപോയാൽ സംഗതി പോയി. ഞാൻ അതിന് പഠിപ്പിക്കുന്ന അത് മോശയാണ്. മോശയെ ദൈവത്തിന് വേറെ പദ്ധതി ഉള്ളതുകൊണ്ടാണ് അവിടെ വെച്ച് എത്തി, അല്ലെങ്കിൽ മോശനെ തട്ടിക്കളഞ്ഞത്. മോശ എന്ത് ചെയ്തു? പാസ്റ്റർ മോശ, സെൻട്രൽ പാസ്റ്റർ മോശ ജനത്തെ നടത്തിക്കോടിങ്ങനെ പറ്റി. അന്ന് കഴിഞ്ഞപ്പോ 2 കുറ്റമാണ് കണ്ടെന്നാ പറയുന്നത് വേദപണ്ഡിതന്മാർ. ഒന്ന്, ഒറ്റയടിക്ക് ഒരുത്തനെ കൊന്നു കുടിച്ചു കൂടി. 2, പാരോട് കൽപ്പിക്കാൻ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഇത് 2 കുറ്റമായി കണ്ടപ്പോൾ ദൈവം പറഞ്ഞു, പാസ്റ്റർ മോശ ഒരു കാര്യം ചെയ്യും, ഈ പൊടുമുടി കയറി എന്നുകൊണ്ട് ഇങ്ങനെ എത്തി വലിഞ്ഞു നോക്കിയത് അതാണ് ഇത്തി നോക്കണം, കാല് നല്ലോണം പൊക്കി നോക്കിക്കോളാം, അതാണ് കാണും. ഓ, അതാണല്ലേ ദൈവമേ, അതാണല്ലേ? അതാ. നീ അങ്ങോട്ട് പോകത്തില്ല, നിന്റെ പരിപാടി ഇവിടെ വെച്ച് തീർന്നു. അയ്യോ, വല്ലതും പറയാൻ പറ്റുമോ? ആരോടാ എന്താ പറയണേ? വിളിച്ചിറക്കി കൊണ്ടുവന്ന കർത്താവിനോട് വല്ലതും പറയാൻ പറ്റുമോ? എന്തെങ്കിലും മറുപടി പറയാൻ പറ്റുമോ? ദൈവം നമ്മോട് ഇടപെട്ടാൽ നിന്റെ ചീട്ട് കീറി എന്ന് പറഞ്ഞാൽ പിന്നെ അയ്യോ കീറെന്ന് പറയാൻ നമുക്ക് പ്രമാണമുണ്ടോ? അതുകൊണ്ട് ആ വ്യവസ്ഥ പാലിക്കണമെന്ന് പറഞ്ഞു. ലഘുവായിട്ട് കാണരുത് ദൈവമക്കളെ. ഈ കൽപ്പനകളെ ലഘുവായിട്ട് കാണരുത്. ഓട്ടം തികച്ച പൗലൂസായി പറഞ്ഞു തരുന്നത് അത് നമ്മൾ കേട്ടോണം. പൗലൂസ് പറയുന്ന പോലെയാണ് സാമ്പാസ് പറയുന്നെങ്കിൽ അത് കേട്ടോണം, ഇല്ലെങ്കിൽ എടുത്ത് തോട്ടിക്കളഞ്ഞില്ല, ഒരു ഗുണവുമില്ല. ഞാൻ ഈ വ്യവസ്ഥ വിട്ട് പറയത്തില്ല. എൻ്റെ ഒരു വലിയ അങ്ങനെ പറയുന്ന സ്റ്റേജ് വരികയാണെങ്കിൽ തട്ടിപ്പൊക്കോണം, പിന്നെ എണീക്കരുത് കിടക്കരുത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പൗലൂസിന്റെ ആ ദർശനം നമുക്കൊന്ന് ഒപ്പിയെടുക്കാം. ലാഭമാതൊക്കെയും ഛേദമെന്നെണ്ണി ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന് ശേഷം ഇപ്പോൾ എല്ലാം ഛേദമെന്നുണ്ടെന്നു എനിക്ക് ക്രിസ്തുവിനെ നേടണം. അടുത്ത അതൊക്കെ പറഞ്ഞ് തെളിയിക്കാൻ എനിക്ക് ഒത്തിരി സമയങ്ങൾ വേണം, ഉപവാക്യങ്ങളെല്ലാം വേണം. ഇത് നടക്കത്തില്ല. അതുകൊണ്ട് യേശു ക്രിസ്തുവിലെ വിശ്വാസത്താലുള്ള നീതി എനിക്ക് ലഭിക്കണം. ന്യായപ്രമാണത്തിലെ നീതി പ്രവൃത്തി കൊണ്ട് കിട്ടുന്നതാണ്. എനിക്ക് ക്രിസ്തുവിൽ വിശ്വസിച്ച് കിട്ടുന്ന നീതി എനിക്ക് ലഭിക്കണം. അടുത്ത ലഭിച്ച അവനിലിരിക്കേണ്ടതിന്. അപ്പൊ കർത്താവിൽ ഇരിക്കണം. എനിക്ക്. അവനിലല്ലോ നാം ഇരിക്കുകയും ചരിക്കുകയും ചെയ്യുന്നത്. കർത്താവിൽ ഇരിക്കണം. അടുത്ത നീതി, യേശു ക്രിസ്തുവിലുള്ള നീതി എനിക്ക് ലഭിക്കണം. അടുത്ത് അവന്റെ മരണത്തോട് അനുരൂപപ്പെടണം. ചെറിയ കാര്യമാണോ? അഗബാസ് പ്രവാചകൻ പറഞ്ഞു, നിന്നെ യെരൂശലേമിൽ അല്ലേ, അറിയാമല്ലോ, ഈ കച്ച പോലെ നിന്നെ എന്ത് ചെയ്യും? ഞാൻ ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ ഏൽപ്പിച്ചു. അതാ ഒരു ദൈവദാസനെ സംബന്ധിച്ചു ഞാൻ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുക. പ്രവചനമൊക്കെ ശരിയാ, കറക്റ്റാ, പക്ഷേ ഞാൻ ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ. അതല്ല ഇവിടെ എഴുതി വെച്ചേക്കുന്നതാ. വായിച്ചാട്ടെ. അടുത്ത അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവിടുത്തെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയണം. ക്രിസ്തു ദർശനം കിട്ടിക്കഴിഞ്ഞാൽ ഈ കാഴ്ചപ്പാട് വേണം നമുക്കുണ്ടാകാൻ.
കഷ്ടത വരുമ്പോ പ്രവാചകന്റെ അടുക്ക പോയി ആലോചന ചോദിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചിന്തിച്ചോ, കഷ്ടതയിലൂടെ ശുദ്ധീകരണം പ്രാപിച്ചു വരാൻ ദൈവം അയക്കുന്ന കഷ്ടത മാറിപ്പോകാൻ പ്രവാചകന്റെ അടുക്ക പോകുന്നവരെ ചിന്തിച്ചോ. പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവരുടെ കാൽച്ചൂട് പിന്തുടരാൻ ഒരു മാതൃക വേണ്ടത്. കഷ്ടതയിലൂടെയല്ലേ ശുദ്ധീകരണം പ്രാപിക്കുന്നത്, കഷ്ടതയിലൂടെയല്ലേ തികഞ്ഞു വരുന്നത്. തിരുവനന്തപുരത്തുള്ള സഹോദരൻ, പേരൊന്നും ചോദിക്കല്ല എന്നോട്, കഷ്ടത വരുമ്പോ ശാസിക്കില്ല പണി. കഷ്ടതയെ ശാസിക്കുക. ശാസിച്ച് ഇപ്പൊ എനിക്കറിയില്ല എത്ര കോടിയുണ്ടെന്ന് എനിക്കറിയാം. നാളിൽ പറയണ്ടായി, എനിക്ക് കിട്ടുന്ന കാശ് മുഴുവൻ അതിന്റെ കൃത്യമായ ടാക്സ് കൊടുത്ത് മുമ്പോട്ട് പോകുന്ന ഒരു എളിയ കർത്താവിന്റെ അങ്ങ് പറഞ്ഞു ചിന്തിക്കാം. ഏത് പൊട്ടത്തര വിളിച്ചു പറയും. അപ്പൊ ഞാനത് ചിന്തിക്കാനുള്ള കാര്യം, നിങ്ങൾ 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിന്റെ 11, 12, 13 വായിക്കും. ഒന്ന് പടയെന്ന് വായിച്ചു വിട്ടാൽ മതി, അത് പറയാനൊന്നും സമയമില്ല. ഒന്ന് വായിച്ചു വിട്ടേ. ഈ കൂടെ നടന്ന കർത്താവിന്റെ ശിഷ്യന്മാരുടെ സാമ്പത്തികം എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം. 1 കൊരിന്ത്യർ 4:11 ഈ നാഴിക വരെ അത് തെറ്റിച്ചു കഴിഞ്ഞാൽ വിടത്തില്ല നമ്മള്. അത് കാര്യം സ്ഥിരവാസം കൂടാതെ ഇരിക്കുന്നു, സ്വന്തം കയ്യാൽ വേറെ ചെയ്ത് അധ്വാനിക്കുന്നു, ശകാരം കേട്ടിട്ട് ആശു ധരിക്കുന്നു, ഉപദ്രവം ഏറ്റിട്ട് സഹിക്കുന്നു, ആരുണ്ട് ഇങ്ങനെ ദൂഷണം കേട്ടിട്ട് നല്ല കർത്താവിന്റെ കൂടെ കിടന്നവരാണ്. ഇവിടെ ആരാണ്ട് എന്നെ ഒന്നും പറഞ്ഞെന്നും പറഞ്ഞ് കോടതിയിൽ പോവുക കേസുമായിട്ട്. അടുത്ത ആഴ്ച വന്ന് മേശ നടത്തുന്നു, ഭയങ്കര പ്രസംഗം, പരസ്യയോഗം, ജനറൽ കൺവെൻഷൻ പ്രസംഗിക്കുന്നു, ഭയങ്കര പരിപാടി. അയൽവക്കത്താരൻ ആരോണ്ട് എന്തൊരു ചെറിയ കേസ് കൊടുത്തപ്പോൾ അവനെതിരെ കേസ് കൊടുക്കാൻ പോവുക. ക്യാപ്റ്റൻ ശമ്പരം എന്ന് പറഞ്ഞ ദിവദാസനുണ്ടായിരുന്നു, നിങ്ങൾ പഠിക്കണം, അദ്ദേഹത്തിന്റെ മെസ്സേജ് കിടപ്പുണ്ട്. പാസ്റ്റർ ക്യാപ്റ്റൻ ശമ്പരം എന്ന് പറഞ്ഞ അടിച്ച ലെറ്റിൽ കിട്ടും, അത് പ്രസംഗങ്ങളുണ്ട്. കോടതിയിൽ കേസ് കൊടുത്തിട്ട് പോലും അദ്ദേഹം പോയിട്ട് പറഞ്ഞു, ഈ സമാനന്മാർ എനിക്കൊന്നും ചെയ്തില്ല, അടിച്ചുപുള്ളിയെ പിടിച്ചു. അവർ ചോദിച്ചു നിങ്ങൾ അടിച്ചില്ലേ അതുകൊണ്ടല്ലേ കേസ്? അത് സഹോദരം അവരറിയാതെ ചെയ്തു പോയതാണ്. നമ്മളാണെങ്കിലോ ആ ഗുണ്ടനെ വെച്ച് അടുപ്പിച്ചെന്ന് പറഞ്ഞ് അവൻ അകത്താക്കും. അതാണ് ദൈവസ്നേഹം, ശത്രുവിനെ സ്നേഹിക്കുന്ന സ്നേഹം. മത്തായി 5 വായിച്ചു നോക്കിക്കോ. ന്യായപ്രമാണത്തിൽ ഘോരമായ ആ പ്രവൃത്തികളെ കർത്താവ് വന്ന് അഴിച്ച് സ്നേഹത്തിന്റെ പ്രമാണം പഠിപ്പിക്കുകയാണ്. മത്തായി 5. അങ്ങോട്ടൊന്നും പോകാൻ സമയമില്ല, എല്ലാവരും വായിച്ചു പഠിച്ചോണം. ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ സ്നേഹം വടിഞ്ഞൊഴുകുകയാണ് അവിടെ ശത്രുക്കൾക്കെതിരെ. എന്തിനു ഏറെ പറയണു? കർത്താവ് മരിക്കാൻ നേരത്ത് എന്താ പറഞ്ഞത്? പിതാവേ, പറഞ്ഞാട്ടെ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയാൽ അവരോട്. ദേവാനസ് എന്താ പറഞ്ഞത്? ഈ പാപം അവർക്ക്. നമുക്കിപ്പോ കേസിന് പോയി അവനെ അകത്താക്കി അവനെ 2 അടി കൊടുപ്പിച്ചാലേ നമുക്ക് സമാധാനമുള്ളൂ. അതല്ലേ നമ്മുടെ വാസന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ തെറ്റാണ് ദൈവമക്കളെ, വചനത്തിന് വിരുദ്ധമാണ്. ഞാൻ പെട്ടെന്ന് മുമ്പോട്ട് പോകുക. ഹല്ലേലൂയ. ക്രിസ്തുവിലെ വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിന് അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിന് ഇങ്ങനെ വല്ലവിധനെയും മരിച്ചവരുടെ എന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് 3-ാമത് എല്ലാം ചവറന്നു. തിമോഥെയോസിന്റെ ലേഖനത്തിൽ എടുത്തു വായിക്കാൻ സമയം. തിമോഥെയോസ് ലേഖനത്തിൽ പൗലോസ് പറയുക, ദൈവം എന്നെ വിശ്വസ്തനെന്ന്. എങ്ങനെയുണ്ട്? എന്താ കാര്യം? ലോകത്തിന്റെ ചപ്പും ചവറും സ്ഥാനമാനങ്ങളെല്ലാം അത് വ്യർത്ഥമാണെന്ന് എണ്ണിക്കഴിഞ്ഞപ്പോൾ പൗലോസ് പറയുക, ദൈവം എന്നെ വിശ്വസ്തൻ. അതല്ലേ നമുക്ക് വേണ്ടത്? അതല്ലേ വലിയ ശുശ്രൂഷക്കാർക്ക് വേണ്ടത്? അതല്ലേ ദേവദാസന്മാർക്ക് വേണ്ടത്? ഹല്ലേലൂയ, 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 സ്തോത്രം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ പൗലോസിന്റെ ദർശനം ഒപ്പിയെടുക്കുവാൻ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം എല്ലാവരും വീട്ടിൽ പോയി ഒന്നുകൂടി ഒന്ന് വായിച്ച് പൗലോസ് പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. വായിച്ച് നിർത്തിക്കാം. അടുത്ത് 3-4 വാക്യം വായിച്ച് നിർത്താനും പോവാൻ. അടുത്ത് വായിച്ചോട്ടെ. അപ്പൊ മരിച്ചവരുടെ നിന്നുള്ള പുനരുദ്ധാനം പ്രാപിക്കണം എന്ന് വെച്ചാണ് ചവറെന്ന് എണ്ണുന്നത്.
ചത്ത് കിടന്നാൽ കല്ലറ കിടക്കാൻ പാടില്ല. കർത്താവ് വരുമ്പോ അവിടെ നിന്ന് ചാട്ടുപിടാൻ എഴുന്നേക്കണം. അതിനെന്ത് ചെയ്യണം? ലോകത്തിലെ ഭൗതികളെല്ലാം ചപ്പന്നും ചവറന്നും എണ്ണണം. സ്ഥാനങ്ങൾ മാനങ്ങൾ ചപ്പന്നും ചവറന്നും എണ്ണണം. പറ്റുമോ? ഇന്ന് സ്ഥാനമാനത്തിന് വേണ്ടി കോട കൊടുത്ത് കസേര പിടിക്കുമ്പോൾ ഇവർക്ക് എങ്ങനെ എണ്ണാൻ പറ്റുമോ? ഇത് എൻ്റെ ചോദ്യം. അത് ഞാൻ പകച്ചു നിൽക്കുക. പൗലൂസിന്റെ ഈ ലേഖനത്തിൽ താൻ എഴുതി വെച്ചത് ഇന്ന് കാണുന്നത് കൂടി കണ്ട് പകച്ചു നിൽക്കുക. ദൈവം ഇത് എവിടെ ചെന്ന് അവസാനിക്കും? അപ്പൊ എൻ്റെ ചെവിയിൽ ഒരു ശബ്ദം കേട്ടു. എവിടെ ചെന്ന് അവസാനിക്കും? നരകത്തിൽ ചെന്ന് അവസാനിക്കും. അടുത്ത് വായിച്ചോട്ടെ മാമി. ആ, മരിച്ചുവിടുന്ന പുനരുദ്ധാനം പ്രാപിക്കും. ശ്രദ്ധിക്കണേ, ഇതൊന്നും ശ്രദ്ധിക്കണേ. ലഭിച്ചു കഴിഞ്ഞു വന്നോ തികഞ്ഞവനായൊന്നും അല്ല. ഞാൻ തികഞ്ഞിട്ടില്ല. കർത്താവിൽ നിന്നൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല. എല്ലാം പൂർണ്ണമായിട്ടില്ല. ലഭിച്ചു കഴിഞ്ഞു ഒന്നും തികഞ്ഞവനായിട്ടില്ല. തികയാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. ഞാൻ ഓട്ടക്കളത്തിൽ ഓടുകയാണ്. ലോകത്തോടും ജഡത്തോടും പിശാചിനോടും യുദ്ധം ചെയ്ത് ഞാൻ ഓട്ടക്കളത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ലഭിച്ചു കഴിഞ്ഞു ഒന്നും തികഞ്ഞവനായൊന്നും അല്ല. എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുകയാണ്. നമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് ദൈവപുത്രനായ ക്രിസ്തു എന്നെ പിടിച്ചു. ഇനി ആ നിത്യജീവൻ എനിക്ക് കിട്ടാൻ ഞാൻ കർത്താവിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ തികഞ്ഞവനല്ല, തികയാനായിട്ട് ഓടുകയാണ്. എന്നാൽ റോമൻ സാമ്രാജ്യത്തിന്റെ വാള് കഴുത്തിൽ വീഴുന്നതിന് മുൻപ് പൗലോസ് പറഞ്ഞു, ഞാൻ നല്ല പോർ കൊടുത്തു, ഓട്ടം തികച്ചു, വിശ്വാസം ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ആ ഏവർക്കും എന്നുള്ളതിൽ നമ്മളായിക്കൊള്ളണം. അതാ ഞാൻ പറയുന്നത്, നമ്മളാകണം. നമ്മൾ ആ ലിസ്റ്റിൽ നിന്ന് വെളിയിൽ പോകരുത്. ഇന്ന് അനേകർ വെളിയിൽ പോയി കിടക്കുക. അവർക്ക് രാഷ്ട്രീയം വേണം, അവർക്ക് MLA ആകണം, അവർക്ക് മന്ത്രി ആകണം. ആകുന്നവരായിക്കോട്ടെ. ഈ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത സഭ എടുക്കപ്പെടുന്നതിന് മുൻപ് ഉണ്ടെന്ന് ഒരു പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ അവരോട് ഗുസ്തി പിടിക്കാൻ ഒരു കാര്യം ചെയ്യും. നിങ്ങൾ ഇവിടെ കിടന്നു, നിങ്ങൾ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെട്ടിട്ട് അവരുമായിട്ട് വ്യാപാരം കഴിച്ച് സംഗതി മീറ്റിംഗ് ഒക്കെ നടത്തി കൂട്ടായ്മ കൂടി കിടന്നു. ഞങ്ങൾ അതിന് കിടന്നു. പ്രശ്നം തരുന്നില്ല. അവരോട് വഴക്കിനൊന്നുമില്ല. എന്തിനാണ് ഗുസ്തി പിടിക്കുന്നത്? അല്ല സഭ അതിന് മുമ്പെടുക്കപ്പെടും, അല്ല സഭ അതിന്റെ പിന്നിലെടുക്കപ്പെടും. അതോ പിന്നെ അവരോട് ഗുസ്തി പിടിക്കുക, സോഷ്യൽ മീഡിയയിൽ കൂടി തെരുവറിയുക, വഴക്കുണ്ടാക്കുക. ഒന്നിനും പോണ്ട. നിങ്ങൾക്ക് അങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ പൊക്കോപ്പാ, ഞങ്ങൾ അതിന് മുമ്പ് പോകാം. സത്യം ഇങ്ങനെയാണെന്ന് വിളിച്ച് പറഞ്ഞേക്ക്, അത്രേ ഉള്ളൂ. അപ്പോൾ ലഭിച്ചു കഴിഞ്ഞ ഒന്നും തികഞ്ഞവനായൊന്നുമില്ല, ക്രിസ്തു യേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നുണ്ട്, എനിക്കത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടർന്നേ ഉള്ളൂ. ഇനി അടുത്ത് ചെയ്യുന്ന വിഷയമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നിരൂപിക്കുന്നില്ല. പിമ്പിലുള്ളത് മറക്കുന്നു. പാസ് ഒരു 5 മിനിറ്റ് എടുക്കും കേട്ടോ. പിമ്പിലുള്ളത് മറക്കുന്നു, വിട്ടതെല്ലാം മറക്കുന്നു. ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ വെച്ച് അവർക്ക് സംഭവിച്ച ദുരന്തം എന്താണ്? ഫറവോന്റെ അടിമത്വത്തിൽ കിടന്നപ്പോ തിന്ന അല്ലേ മത്തങ്ങ, ചുറ്റുള്ളി, കുന്തൻ, കുടച്ചക്കറ എല്ലാം അത് ഇങ്ങനെ ഓർമ്മയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. എടാ അതൊക്കെ വിട്ടില്ലേ? ഇവിടെ ഇതേ സ്വർഗീയ മന്ന തിന്നുന്നില്ലേ? മന്നയെ കുറിച്ച് വചനം പറയുന്നത് അങ്ങനെയല്ലേ? ശക്തിമാന്മാരുടെ അപ്പം അല്ലേ സ്വർഗീയ മന്ന. ആ ഫറവോന്റെ കാട്ടുള്ളിയും ചെപ്പുള്ളിയും തിന്നടിച്ച അതൊക്കെയാണോ ഓർക്കേണ്ടത്? വിട്ടതൊക്കെയും വിട്ടില്ലേ? ഇവിടെ ഇതാ സ്വർഗീയ മന്ന തിന്ന് സ്വർഗീയ ഭക്ഷണം കഴിച്ച് നല്ല ഒന്നാന്തരം വെള്ളം കുടിച്ച് ഉടുപ്പ് ചീഞ്ഞു പോകാതെ, ജീർണിച്ചു പോകാതെ, ചെരുപ്പ് തേഞ്ഞു പോകാതെ, ഒരു ബലഹീനനുമില്ലാതെ കരുത്തോടെ ശക്തിയോടെ മരുഭൂമിയിൽ അഗ്നിസ്തംഭം, മേഘസ്തംഭം ആദ്യാവരൊക്കെ ദൈവം നടത്തിക്കൊണ്ടിരിക്കുമ്പോ നന്ദിയോടെ സ്മരിക്കേണ്ടതിന് പകരം ആ പറവോന്റെ അടിമത്വത്തിൽ കിടന്ന് അടികൊണ്ട് പൊളഞ്ഞ സമയത്ത് അവിടെ നിന്ന് ചുറ്റുള്ളിയും മത്തങ്ങയും അതും ഇതുമൊക്കെ ഓർത്ത് ഇവർ ചെയ്യും. അതുകൊണ്ടല്ലേ ഇവർ തകർന്നു പോയത്. അതുകൊണ്ടല്ലേ ഇവർ മരുഭൂമിയിൽ പട്ടുപോയത്. അതുകൊണ്ടല്ലേ മരുഭൂമിയിൽ എവിടെ ശവങ്ങൾ വീണുപോയത്. ദൈവത്തിന്റെ നന്മകളെയും ദൈവം നടത്തിയ വഴികളെയും വിസ്മരിച്ചു പോകരുതാരും. ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലായിരുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായില്ലേ? ഇന്ന് നമ്മൾ ഭക്ഷിക്കുന്നു, കിടക്കുന്നു, എല്ലാം ദൈവത്തിന്റെ കൃപയല്ലേ? ആ പഴയ കാലങ്ങളെ ഇടയ്ക്കിടയ്ക്ക് സ്മരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. പിടിച്ചിരിക്കും, നിരൂപിക്കുന്ന പിടിക്കാമെന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. ഒന്ന് ഞാൻ ചെയ്യുന്ന പിൻപുള്ളതൊക്കെ മറന്ന് മുൻപിണ്ടി ആഞ്ഞ് പരമയുള്ള വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. എന്താണ് ഈ ലാക്ക്? ഏതാണ് ഈ ലാക്ക്? സ്വർഗരാജ്യം. ഏതാണ് ഈ ലാക്ക്? ദൈവരാജ്യം. ഏതാണ് ഈ ലാക്ക്? നിത്യത. നമ്മളിപ്പോ മരിച്ചു കഴിയുമ്പോ
പ്രൊമോട്ടഡ് ഹെവൻ. എന്നിട്ട് വെയൂല ദേശത്തേക്ക് പോയോ പ്രിയമുള്ളവരെ? ഞാൻ ഇന്ന് രാവിലെ കൂടി ചിന്തിച്ചു, അത് പറഞ്ഞു ഞാൻ നിർത്താൻ പോകുക. നമുക്ക് സ്വർഗത്ത് പോകണമെങ്കിൽ, നിത്യതയിൽ പോകണമെങ്കിൽ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻ ഇത് തരുന്നുണ്ട്. അതിനൊരു ക്വാളിഫിക്കേഷൻ തരുന്നുണ്ട്. അതിന് ചില വ്യവസ്ഥകളുണ്ട്. ചില ടേംസ് ആൻഡ് കണ്ടീഷൻ ഉണ്ട്. കർത്താവ് അപ്പോസ്തലന്മാർ തന്നിരിക്കുന്ന പ്രമാണമുണ്ട്, വിശുദ്ധമായ പ്രമാണമുണ്ട്. ആ പ്രമാണം അനുസരിച്ച് ജീവിക്കാതെ നമുക്ക് മുകളിലോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ ഇവരൊക്കെ അതിന് ചുമ്മാ പറയുന്നെങ്കിൽ എവരിൽ പോയി അങ്ങനെ പോയി നിത്യതയിൽ പോയി അവിടെ പോയി ചുമ്മാ പറയുക. ജീവിതം അങ്ങനെയൊന്നും കാണത്തില്ല. അതുകൊണ്ട് ഓരോ അടക്കം ഓരോ മരണവും വരുമ്പോൾ സങ്കടമാണ് നമുക്ക്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പൗലോസിന്റെ ദർശനം ഏറ്റെടുത്തോണം. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപുള്ളതൊക്കെ മറന്ന് മുൻപോട്ട് ഞാൻ പലവരുടെ ഇതിനായി നാട്ടിലേക്ക് ഓടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. നമ്മിൽ തികഞ്ഞവരൊക്കെയും എങ്ങനെ ചിന്തിച്ചോളണം? ഈ പൗലോസ് പറഞ്ഞതുപോലെ ചിന്തിച്ചോളണമെന്ന്. ഇങ്ങനെ തന്നെ ചിന്തിച്ചോളണം. അടുത്ത വെളിപ്പെടുത്തി തരും. വേറെ വിധമായി ചിന്തിച്ചാൽ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. അടുത്ത കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സമയത്തിന്റെ പരിമിതി ഉണ്ടെങ്കിലും ഏതെങ്കിലും സന്ദർഭങ്ങൾ വരുമ്പോൾ പിന്നെയും നിങ്ങൾ വചനത്തിലൂടെയൊക്കെ കടന്നു പോകും. അപ്പോസ്തലനായ പൗലോസിന്റെ ആ ദർശനം ഒപ്പിയെടുക്കാൻ എത്ര പേരുണ്ട്? തന്റെ തീരുമാനങ്ങളോട് യോജിച്ച് ആ തീരുമാനങ്ങൾ എടുക്കാൻ എത്ര പേരുണ്ട്? തന്റെ ഹൃദയത്തിലുണ്ടായ വാഞ്ചകളും ആഗ്രഹങ്ങളും താല്പര്യങ്ങളും നിറവേറ്റാൻ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. നിങ്ങൾ ഞങ്ങളെ അനുകരിപ്പിൻ, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃപ്രകാരം നടക്കുകയും കുറിക്കൊള്ളുവിനെന്ന് ആ ഭക്തൻ പറഞ്ഞെങ്കിൽ അതിനെ കുറിക്കൊള്ളുവാൻ മാതൃകയാക്കാൻ എത്ര പേരുണ്ട്? ആ ദർശനത്തിലേക്ക് കർത്താവ് നമ്മളെ നടത്തട്ടെ. ആ ആത്മീയാനുഭവത്തിലേക്ക് കർത്താവ് നമ്മളെ നടത്തട്ടെ. കർത്താവൂതൻ ഗംഭീരനാദത്തോടും പ്രധാന കർത്താവൂതൻ നാദത്തോടും പ്രധാന ദൈവാദൂത ശബ്ദത്തോടും സ്വർഗത്തിൽ ഇറങ്ങി വന്നിടുമ്പോൾ, സ്വർഗത്തിൽ ഇറങ്ങി വന്നിടുമ്പോൾ എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ. മണ്ണിലുറങ്ങിടുന്ന ശോഭിമാന്മാർ കാഹള നാദം കേൾക്കുമാത്രയിൽ, മണ്ണിലുറങ്ങിടുന്ന ശോഭിമാന്മാർ പെട്ടെന്നുയർത്തോ വാനിൽ പോയി നേടുമേ, പെട്ടെന്നുയർത്തോ വാനിൽ ചേർത്തിടുമേ. തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കുമാനാൾ. കർത്താവൂതൻ ഗംഭീര നാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്നിറങ്ങി സ്വർഗത്തിൽ നിന്നിറങ്ങി എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം, എത്രയോ സന്തോഷം മധ്യാകാശത്തിൽ, എത്രയോ സന്തോഷം. ഹല്ലേലൂയ.
എത്രയോ സന്തോഷം ഹല്ലേലൂയ 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 സ്തോത്രം സ്തോത്രം സ്തോത്രം